ഒരു ദിവസം ക്ലാസ് ടീച്ചർ കുറേ ബലൂൺസ് കൊണ്ടുവന്ന് കുട്ടികളെ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഊതിയിട്ട് ഓരോ ബലൂണിലും നിങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു, അത് വീർപ്പിച്ചിട്ട് നന്നായിട്ട് കെട്ടി അവരവരുടെ പേര് ആ ബലൂണിലായിട്ട് എഴുതി. എന്നിട്ട് ടീച്ചർ എന്ത് ചെയ്തു, ആ ബലൂണെല്ലാം കളക്ട് ചെയ്തിട്ട് വലിയ ഒരു ഹാളിലേക്ക് അത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പറഞ്ഞു 5 മിനിറ്റ് തരാം, നിങ്ങളുടെ ബലൂൺ നിങ്ങളെ പേര് എഴുതിയ ബലൂൺ നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ ബലൂണിൽ നിങ്ങളുടെ പേരാണ് കാണേണ്ടത്. പിള്ളേരെല്ലാം ഓടി ചെന്ന ഹാള് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവരവരുടെ ബലൂൺ എടുക്കണമല്ലോ. എടുക്കുന്ന കൂട്ടത്തിൽ സമയം തീർന്നു പോയി. ചിലരപ്പോൾ ടീച്ചർ പറഞ്ഞു ടൈം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ആർക്കൊക്കെ ബലൂൺ നിങ്ങളുടെ പേര് എഴുതിയ ബലൂൺ കിട്ടിയെന്ന് ചോദിച്ചു. കുറച്ച് പേർക്ക് കിട്ടി, കുറച്ച് പേര് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയില്ല. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ബലൂൺസ് എല്ലാം ചവിട്ടി പൊട്ടിച്ചു. അപ്പം ടീച്ചർ പറഞ്ഞു ഓക്കെ അതങ്ങ് വിട്ടേര്. അപ്പോൾ ടീച്ചർ പറഞ്ഞു നമുക്കെന്നാൽ നെക്സ്റ്റ് ഒരു കളിയൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ എന്ത് ചെയ്തു, സെയിം ഇതുപോലെ തന്നെ ബലൂൺസ് അവരുടെ കൊടുത്തിട്ട് വീർപ്പിച്ചിട്ട് അതിൽ നിങ്ങളുടെ പേരെഴുതാൻ പറഞ്ഞു. പേരെഴുതാൻ പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ സെയിം 5 മിനിറ്റ് സമയം തരാം, നിങ്ങൾ ആരുടെ ബലൂൺ കിട്ടുന്നു വെച്ചാൽ ഓരോരുത്തരുടെ പേരല്ല എഴുതിയേക്കുന്നത്. ഇപ്പം ഒരാളുടെ പേര് സെയിം പേരല്ല കിട്ടി വേറൊരു ഫ്രണ്ടിൻ്റെ പേരാണ് കിട്ടിയെങ്കിൽ അത് നിങ്ങൾ വാങ്ങിച്ചിട്ട് ആ ഫ്രണ്ടിന് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം ടീച്ചർ 5 മിനിറ്റ് സമയം കൊടുത്തെങ്കിലും അവർ 1 മിനിറ്റും കൊണ്ടാണ് അവർ ആ ഒരു സെക്ഷൻ അവർ കംപ്ലീറ്റ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഹാപ്പി, എല്ലാവരുടെയും കയ്യിലും അവരവരുടെ പേരുള്ള ബലൂൺസ് ഉണ്ട്. ഇവിടെ ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കിടന്ന് ഓടുന്ന ഓട്ടത്തിൽ പലപ്പോഴും പലരുടേതും നമ്മൾ നശിപ്പിച്ച് പോകുന്നുണ്ട്. പലരും നമുക്കറിയാം, ചിലരൊക്കെ ഇതുപോലെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ പൈസ സമ്പാദിക്കാൻ വേണ്ടി എത്രയോ ചതിയിലൊക്കെ ഓരോരുത്തർ ഓരോ രീതിയിൽ പോയി സമ്പാദിക്കുന്നവരുണ്ടല്ലേ. അപ്പോൾ ഈ സമ്പാദിക്കുന്നതെന്ന് വെച്ചാൽ പലരിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവർക്ക് നേടിക്കൊടുത്തിട്ടാണ് നമ്മളിവിടെ വലിയ ഹാപ്പിനെസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇങ്ങനല്ല, നമ്മൾ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹാപ്പിനെസ് വരുന്നത്. ഇതിപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ എങ്ങനെ മനസ്സിലാകാൻ കാരണം, അവനവൻ്റെ ബലൂൺ തപ്പാൻ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുഷ് ചെയ്ത് തള്ളിയിട്ട് ബലൂൺ പലരുടെയും ചവിട്ടി പൊട്ടിച്ചൊക്കെയാണ് അവനവൻ്റെ എടുക്കാൻ പറ്റിയത്. പക്ഷേ സെക്കൻഡ് ഗെയിമിൽ എന്താണ് നടന്നത്, ആരുടെ ബലൂണാണോ കൈ കിട്ടുന്നത്, നിങ്ങളുടെ തന്നെ വേണമെന്നില്ല വേറൊരാളുടേതായിരിക്കാം, പക്ഷെ ആ ബലൂണ് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത്. ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് ഒരു മോറൽ എന്ന് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് നമുക്കേ സാധിക്കാവൂ, നമുക്കേ ഹാപ്പിനെസ് വരാമെന്നും പറഞ്ഞ് നമ്മൾ സമ്പാദിക്കുന്ന പല കാര്യങ്ങളും ഈ ഹാപ്പിനെസ് കൊണ്ടുവരണമെന്നില്ല. ഈ സമ്പാദിച്ച് കൂട്ടുന്നത് നമ്മളെ എപ്പോഴും നമുക്കറിയാം, സമ്പാദിച്ച് കൂട്ടിയിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റാത്തവരുണ്ടല്ലേ. അപ്പം ആവശ്യക്കാർ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ളവരെ പ്രയാസമുള്ളവർക്ക് നമ്മളുടെ ഹാപ്പിനെസ് കൂടെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതാണ് ലൈഫ് ലോങ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഷെയർ ചെയ്യുന്ന ഹാപ്പിനെസ്സാണ് നമ്മളെ ലൈഫ് ലോങ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എങ്ങനെയുണ്ട്? ബി ഹാപ്പി ഫോർ എവർ.